കടുത്ത വേനലിൽ നാട്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോൾ നിലവിലുള്ള കുടിവെള്ള സംവിധാനം താറുമാറാക്കി നാട്ടുകാരുടെ വെള്ളം കൂടി മുട്ടിച്ചിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി. കാഞ്ചിയാർ കോവിൽമല ഇല്ലിക്കവേട് നിവാസികളുടെ കുടിവെള്ളമാണ് വാട്ടർ അതോറിറ്റി അധികൃതരുടെ കെടുകാര്യസ്ഥതയിൽ മുടങ്ങിയത്. നിലവിൽ വലിയ തുക മുടക്കിയവർ പുറത്തുനിന്ന് കുടിവെള്ളം വീടുകളിൽ എത്തിക്കേണ്ട ഗതികേടിലാണ്. കാഞ്ചിയാർ പഞ്ചായത്തിലെ ആദിവാസി മേഖലയായ കോവിൽമല ഇല്ലിക്കമേട് നിവാസികളാണ് നിലവിൽ കടുത്ത കുടിവെള്ള പ്രതിസന്ധിയെ നേരിടുന്നത്. നിലവിൽ ഇവർക്കൊരു പൊതു കുടിവെള്ള സംവിധാനം വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നായിരുന്നു നാട്ടുകാർ ദൈനംദിനം വെള്ളം വീട്ടാവശ്യത്തിനും മറ്റുമായി എടുത്തിരുന്നത്. കഴിഞ്ഞ നാളിൽ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഈ റോഡരികിൽ പൈപ്പുകൾ കുഴിച്ചിടുന്ന പ്രവർത്തനങ്ങൾ നടത്തി. ഈ സമയം നിലവിലുണ്ടായിരുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് മാറ്റിയ വേളയിൽ വിവിധയിടങ്ങളിൽ പൊട്ടിപ്പോയി. കരാറെടുത്തിരുന്നവർ തകർന്ന പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയതുമില്ല. ഇതോടെ പ്രദേശവാസികളുടെ കുടിവെള്ളം നാളുകളായി പ്രതിസന്ധിയിലാണ്. വേനൽ കടുത്തതോടെ മേഖലയിൽ കടുത്ത കുടിവെള്ളക്ഷാമമാണ് നിലവിൽ. വലിയ തുക മുടക്കി പുറത്തുനിന്നും കുടിവെള്ളം വിലയ്ക്ക് വാങ്ങി ഉപയോഗിക്കേണ്ട ഗതികേടിലാണ് ഇവർ. നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കിട്ടിക്കൊണ്ടിരുന്ന കുടിവെള്ളം ഇല്ലാണ്ടാക്കി അവർ പൊട്ടിച്ചിട്ടേച്ച് പോയി. ഇപ്പോൾ നിലവിൽ കുടിവെള്ളം ഇല്ല. അപ്പോൾ കാശ് കൊടുത്ത് ഇറക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ കിടക്കാൻ വേണ്ടിയിട്ട് ഇവരിപ്പം വന്നിട്ട് ഇപ്പോൾ 2 മാസം ആകുന്നുള്ളൂ. 2 മാസമായിട്ട് ഇപ്പോൾ വേനലാണല്ലോ, വെള്ളമില്ല. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവർ ശരിയാക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ നടപടിയാകത്തില്ല. ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടില്ല, അവരുടെ പണിയാണെന്നാ പറയുന്നത്. സാധാരണക്കാരും കൂലിപ്പണിക്കാരുമായ ആളുകളാണ് മേഖലയിൽ കൂടുതലായി അധിവസിക്കുന്നത്. ഇവരുടെ കുടുംബ ബജറ്റിനെ തന്നെ കുടിവെള്ളം വിലയ്ക്ക് വാങ്ങുന്നത് താളം തെറ്റിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇല്ലിക്കമേട് കുടിവെള്ള പദ്ധതി നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതാണ്. എന്നാൽ ഈ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുൻപ് ജലജീവൻ മിഷൻ്റെ പദ്ധതിയുടെ പേരിൽ ഒരു സംഘം ആളുകൾ JCBയുമായി വന്ന് ഇവിടുത്തെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ, നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ JCB ഇട്ട് പിടിച്ച് മുഴുവനും നശിപ്പിച്ച് അവിടെ പുതിയ പൈപ്പുകൾ ഇട്ട് പോയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ഈ ജലജീവൻ മിഷൻ്റെ പദ്ധതിയിൽ നിന്നും ഏത് കാലത്ത് വെള്ളം ലഭിക്കുമെന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നിശ്ചയമില്ല, അതിൻ്റെ കോൺട്രാക്ടർക്കും നിശ്ചയമില്ല. എന്നാലും നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ കുടിവെള്ള പദ്ധതി ഇനിയിപ്പോൾ പ്രവർത്തിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. ഈ പ്രദേശത്തെ ആളുകൾ ഗ്രാമപഞ്ചായത്ത് മെമ്പറേയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചെങ്കിലും ഈ തകരാറിലായ പൈപ്പുകൾ പുനഃസ്ഥാപിച്ചതിന് ശേഷമേ ഞങ്ങൾ ഇവിടുന്ന് പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് അവർ ഈ ജനങ്ങളെ പറ്റിച്ച് അവരിവിടുന്ന് തടിതപ്പുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെട്ട കോവിൽമല, രാജപുരം, സ്കൂൾ കവല, പാമ്പാടിക്കുഴി എന്നിവിടങ്ങളിലേക്കും ഈ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതാണ്. ജലജീവൻ മിഷന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന വേളയിൽ നാട്ടുകാർ പൈപ്പുകൾ പൊട്ടിയ വിവരം കരാറുകാരനെ അറിയിച്ചതാണ്. ആ സമയം കരാറുകാരൻ തകർന്ന പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടേ തങ്ങളിവിടെ നിന്ന് പോകുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പു നൽകി. എന്നാൽ ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കുടിവെള്ളത്തിനായി പൈപ്പുകൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ടതല്ലാതെ മറ്റു നടപടികളൊന്നും പദ്ധതിയുടെ ഭാഗമായി നടന്നിട്ടുമില്ല. ഇതോടെ കടുത്ത കുടിവെള്ള പ്രതിസന്ധിയിലൂടെയാണ് മേഖലയിലെ ആളുകൾ കടന്നുപോകുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.